Dear students, we are starting a new chapter, biomolecules. എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ബയോ മീൻസ് ലിവിങ്. ലിവിങ് ബോഡിയിൽ കാണുന്ന മോളിക്യൂൾസ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നു. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ബയോമോളിക്യൂൾസ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ലിവിങ് ഓർഗാനിസംസ്. ദേ ഇൻക്ലൂഡ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ ലിവിങ് ബോഡിയിൽ കാണുന്ന ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ ടോട്ടലായിട്ട് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നു. അനാലിസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ഇൻ എ ടിഷ്യൂ. ഒരു ടിഷ്യൂലുള്ള കെമിക്കൽ കോമ്പോസിഷൻ അനലൈസ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഗ്രൈൻഡ് എ ലിവിങ് ടിഷ്യൂ. ലിവിങ് ടിഷ്യൂ ആയിട്ട് നമുക്ക് ലീഫ് എടുക്കാം, അല്ലെങ്കിൽ ലിവറിൻ്റെ പീസ് എടുക്കാം, ഈസിലി നമുക്ക് അരയ്ക്കാൻ പറ്റുന്നത്. ഗ്രൈൻഡ് എ ലിവിങ് ടിഷ്യൂ ഇൻ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ടു ഗെറ്റ് എ തിക്ക് സ്ലറി. ഇത് അരച്ച് നല്ല കൊഴുത്ത് നല്ലതായി അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഒഴിച്ച് നമ്മൾ ഒരു മോർട്ടാറും പെസിലും വെച്ച് അരച്ച് വെച്ചിരിക്കുകയാണ്. സ്ട്രെയിൻ ദിസ് ത്രൂ എ ചീസ് ക്ലോത്ത് ഓർ കോട്ടൺ. അത് നമ്മളൊരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിൽ കൂടെ അരിച്ചെടുക്കുന്നു. നൗ വിൽ ഗെറ്റ് 2 ഫ്രാക്ഷൻസ്. 2 ഫ്രാക്ഷൻസ് കിട്ടും അല്ലേ? അരിച്ചെടുത്ത് കഴിഞ്ഞാൽ തുണിയിൽ കുറച്ച് ഭാഗങ്ങൾ തങ്ങി നിൽക്കും, തുണിയുടെ താഴെ ആ പാത്രത്തിലേക്ക് കുറച്ച് ഭാഗങ്ങൾ വരും. അപ്പോൾ തുണിയിൽ തങ്ങി നിൽക്കുന്ന ഭാഗത്തിന് റീറ്റെൻഡേറ്റ് എന്ന് പറയുന്നു. അത് ആസിഡിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ഭാഗമാണ്. ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നു. അതിലുള്ളത് ബയോ മാക്രോ മോളിക്യൂൾസ് ആണ്. അത് അവരുടെ മോളിക്കുലർ വെയിറ്റ് 1000 ഡാൽട്ടനേക്കാളും കൂടുതലായിരിക്കും. ഇനി തുണിയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് താഴെ പാത്രത്തിലേക്ക് വന്നതിന് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ ആസിഡ് സോലിബിൾ പൂൾ. അത് ആസിഡിൽ സോലിബിൾ ആയ ഭാഗമാണ്. അതിൽ ബയോ മൈക്രോ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക വിത്ത് മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 1000 ഡാൽട്ടൻ. 1000 ഡാൽട്ടനേക്കാളും കുറവുള്ളതിനെ ബയോ മൈക്രോ മോളിക്യൂൾസ് എന്നും 1000 ഡാൽട്ടനേക്കാളും കൂടുതൽ മോളിക്കുലർ വെയിറ്റ് ഉള്ളതിനെ ബയോ മാക്രോ മോളിക്യൂൾസ് എന്നും പറയുന്നു. ദെൻ അനാലിസിസ് ഓഫ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെ അനലൈസ് ചെയ്യാം? വെയ് എ ലിവിങ് ടിഷ്യൂ. ഒരു ലിവിങ് ടിഷ്യൂ നമ്മൾ ആദ്യം വെയ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വെറ്റ് വെയിറ്റ് കിട്ടും, ബിക്കോസ് ഇറ്റ് ബി കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് ഡ്രൈഡ്. അത് നമ്മൾ ഡ്രൈ ചെയ്യാം, അതേ ടിഷ്യൂവിനെ ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. സോ എന്നിട്ട് വെയ് ചെയ്താൽ അതിൻ്റെ ഡ്രൈ വെയിറ്റ് ആണ് കിട്ടുക. വിത്ത് ഡ്രൈഡ് ലിവിങ് ടിഷ്യൂ ഇറ്റ് ഈസ് ഫുള്ളി ബേൺഡ്. അത് കത്തിക്കുന്നു. കത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്, കാർബൺ കോമ്പൗണ്ട്സ് എല്ലാം ഗാഷ്യസ് ഫോമിൽ പോവും. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പറൊക്കെ പോവും. ബാക്കി വരുന്നതിന് നമ്മൾ ചാരം എന്ന് പറഞ്ഞ ചാരം, ആഷിലാണ് എന്തുണ്ടാവുക? ഇൻഓർഗാനിക് എലമെന്റ്സ്, കാൽസ്യം, മെഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം എന്നുള്ള ഇൻഓർഗാനിക് എലമെന്റ്സും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് സൾഫേറ്റ് അയോൺ, ഫോസ്ഫേറ്റ് അയോൺ, സോഡിയം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്, ഇതൊക്കെയാണ് ഈ ചാരത്തിൽ ഉണ്ടാവുക. ഇതൊക്കെ ഒരു സിമ്പിൾ മെത്തേഡാണ് അനലൈസ് ചെയ്യാനുള്ളത്. ഇനി കമ്പാരിസൺ ഓഫ് എലമെന്റ്സ് ഇൻ ലിവിങ് ബോഡി ആൻഡ് നോൺ ലിവിങ് ബോഡി, നോൺ ലിവിങ് തിങ്സ്. രണ്ടിലുള്ള കമ്പാരിസൺ. എലമെന്റ്സിന്റെ അളവ് എത്രയ്ക്കായിരിക്കും? ഹൈഡ്രജന്റെ അളവ് പെർസെൻറ്റേജ് എർത്ത് ക്രസ്റ്റിൽ 0.14 ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 0.5% ഉണ്ട്. കാർബൺ എർത്ത് ക്രസ്റ്റിൽ 0.03 ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 18.5% ഉണ്ട്. ഓക്സിജൻ എർത്ത് ക്രസ്റ്റിൽ 46.6% ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 65% ഉണ്ട്. നൈട്രജൻ എർത്ത് ക്രസ്റ്റിൽ വളരെ കുറവേ ഉള്ളൂ, ഹ്യൂമൻ ബോഡിയിൽ 3.3% ഉണ്ട്. സൾഫർ എർത്ത് ക്രസ്റ്റിൽ 0.03 ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 0.3% ഉണ്ട്. സോഡിയം എർത്ത് ക്രസ്റ്റിൽ 2.8 ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 0.2% ഉള്ളൂ. കാൽസ്യം എർത്ത് ക്രസ്റ്റിൽ 3.6% ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 1.5% ഉണ്ട്. മെഗ്നീഷ്യം എർത്ത് ക്രസ്റ്റിൽ 2.1 ആണ്, ഹ്യൂമൻ ബോഡിയിൽ 0.1% ഉള്ളൂ. വളരെ കുറച്ച് അംശമേ ഉണ്ടാവുള്ളൂ, കുറച്ച് അളവിലേ ഉണ്ടാവുള്ളൂ. സിലിക്കൺ എർത്ത് ക്രസ്റ്റിൽ 27.7% ഉണ്ട്, പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ വളരെ അതിൻ്റെ അളവില്ല എന്ന് തന്നെ പറയാം നമുക്ക്. ഇതാണ് ഓരോ എലമെന്റ്സിൻ്റെയും ലിവിങ് ബോഡിയിലും നോൺ ലിവിങ് തിങ്ങിലും കാണുന്ന ഒരു കമ്പാരിസൺ അളവ്. നൗ വി ക്യാൻ സി ബയോ മൈക്രോ മോളിക്യൂൾസ്. നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഫിൽട്രേറ്റിൽ വന്നതാണ് ബയോ മൈക്രോ മോളിക്യൂൾസ്, അല്ലെങ്കിൽ ആസിഡ് സോലിബിൾ ഫ്രാക്ഷനിൽ വന്നതാണ് ബയോ മൈക്രോ മോളിക്യൂൾസ്. ബയോ മൈക്രോ മോളിക്യൂൾസിന്റെ മോളിക്കുലർ വെയിറ്റ് 1000 ഡാൽട്ടനേക്കാളും കുറവാണെന്ന് നമ്മൾ കണ്ടു. ഓൾമോസ്റ്റ് 18 to 800 ഡാൽട്ടണേ ഉണ്ടാവുള്ളൂ. അതിൽ മെയിനായിട്ട് സൈറ്റോപ്ലാസത്തിന്റെ കോമ്പോസിഷൻസ്, സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ മോളിക്യൂൾസ് ഉണ്ടോ അതൊക്കെയാണ് അതിൽ ഉണ്ടാവുക. ബയോ മൈക്രോ മോളിക്യൂൾസിൽ മെയിൻലി കാണുന്ന മോളിക്യൂൾസ് അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്. ഈ 4 തരത്തിലുള്ള മോളിക്യൂൾസ് ആണ് ബയോ മൈക്രോ മോളിക്യൂൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So first we can see amino acid. They are the compounds formed of amino group
ആൻഡ് ആസിഡ് ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ദെൻ വേരിയബിൾ ആർ ചേഞ്ച് ചെയ്യും ഗ്രൂപ്പ് അനുസരിച്ച്. ഓരോ അമിനോ ആസിഡ് അനുസരിച്ച് 6 മാറിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഹിയർ അത് മീത്തൈൻ്റെ സ്ട്രക്ചർ പോവാണ്. CH4. ഇപ്പോൾ കാർബൺ, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തൊരു വേരിയബിൾ ഏതെങ്കിലും വരും. ദിസ് COH, ദിസ് ഇസ് NH2. ഇതാണ് അമിനോ ആസിഡിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. 6 മാത്രമേ മാറിയുള്ളൂ ഇതിൽ. അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആർ അറ്റാച്ച്ഡ് ടു ദ സെയിം കാർബൺ ആറ്റം. കണ്ടോ, രണ്ടും സെയിം കാർബൺ ആറ്റത്തിൽ അറ്റാച്ച്ഡ് ആണ്. ദിസ് ഇസ് ദ ആൽഫ കാർബൺ ആറ്റം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇതുണ്ടാവുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾ മാത്രം മാറിയിട്ട് നമ്മൾ 3 അമിനോ ആസിഡ്സിന്റെ പേര് പഠിക്കുകയാണ്, സ്ട്രക്ചർ പഠിക്കുന്നു. ഫസ്റ്റ് വേരിയബിൾ ആറിന് പകരം ഹൈഡ്രജൻ ആണെങ്കിൽ ദിസ് ഇസ് ഗ്ലൈസീൻ. ആറിന് പകരം ഇഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ദിസ് ഇസ് അലനിൻ. ആറിന് പകരം CH2OH ആണെങ്കിൽ ദിസ് ഇസ് സെറിൻ. അപ്പോൾ 3 അമിനോ ആസിഡ്സ് കണ്ടു. അതിലാകെ വേരിയബിൾ 6 മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. There are 20 types of amino acids. Mainly 20 തരം അമിനോ ആസിഡ്സ് ആണുള്ളത്. പ്രോട്ടീൻ സിന്തസിസിന് അമിനോ ആസിഡ്സ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. പെപ്റ്റൈഡ് ബോണ്ട് വഴി അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. So 3 types of amino acids: acidic amino acid, example glutamic acid; basic amino acid, example lysine; neutral amino acid, example valine. പേരുകളും എക്സാമ്പിളും മാത്രം പഠിച്ചിരിക്കാം. Some amino acids are aromatic. അപ്പോൾ നല്ല സ്മെല്ല് തരുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്, അതിനെ അരോമാറ്റിക് എന്ന് പറയാം. എക്സാമ്പിൾ ടൈറോസിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇനി അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പുറമേ നിന്ന് കിട്ടുന്നതും അനുസരിച്ച് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. This is essential amino acids and non-essential amino acids. Essential amino acids എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാണ്, അല്ലെ, നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ്, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട അമിനോ ആസിഡ്സ് ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എക്സാമ്പിൾ ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ, ട്രിപ്റ്റോഫാൻ, ഇതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നത്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി, അല്ലെ, ബോഡിക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമില്ലേ, ബോഡി ഉണ്ടാക്കുന്നുണ്ടാവും അത്. എക്സാമ്പിൾ ഗ്ലൈസീൻ, എലാനിൻ, സെറിൻ, ആർജിനിൻ, ഇതൊക്കെയാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. In amino acids, amino and carboxyl group have ionizable nature. So the structure of amino acids changes in solutions of different pH. If both amino group and carboxyl group are ionized, it is called Switter ion. So this is a Switter ion. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമിനോ ആസിഡിന്റെ ഗ്രൂപ്പിൽ കാർബോക്സിൽ ഗ്രൂപ്പിൽ നിന്ന് ഹൈഡ്രജൻ, ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ഫ്രം കാർബോക്സിൽ ഗ്രൂപ്പ് ടു അമിനോ ഗ്രൂപ്പ്. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് നെഗറ്റീവ് ചാർജ് ബെയർ ചെയ്യുന്നു. ഹൈഡ്രജൻ റിമൂവ് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ ഇത് അമിനോ ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജ് ബെയർ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഗ്രൂപ്പ്സും ചാർജസ് ബെയർ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനെയാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. അത് ന്യൂട്രൽ ആയിരിക്കും ചാർജ്, സ്വിറ്റർ അയോൺ. This is formed mainly because of the transfer of hydrogen ion from carboxyl group to amino group. Then now we can see lipids. Second biomicromolecule ആണ് ലിപ്പിഡ്. വാട്ടർ ഇൻസോലിബിൾ ആണ്. നിങ്ങൾക്കറിയാം ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണ, കൊഴുപ്പ്, നെയ്യ്, ഇതൊക്കെ ലിപ്പിഡ് ആണ്. അപ്പോൾ ദർ വാട്ടർ ഇൻസോലിബിൾ, വെള്ളത്തിലിട്ടാൽ മുകളിൽ പൊന്തിക്കെടുക്കും. ഇറ്റ് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. 3 തരത്തിൽ ലിപ്പിഡ്സ് കാണാം: സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. എന്താണ് സിമ്പിൾ ലിപ്പിഡ്സ്? ദേ ആർ ഫോംഡ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ ലൈക്ക് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കമ്പൈൻ ചെയ്തിട്ടാണ് സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ടാവുന്നത്. ഫാറ്റി ആസിഡ്സ് ആർ ലിപ്പിഡ്സ് വിത്ത് ഹൈഡ്രോ കാർബൺ ചെയിൻ എൻഡിങ് ഇൻ കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഫാറ്റി ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് RCOH. R എന്നുള്ളത് വേരിയബിൾ ആണ്. ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഫാറ്റി ആസിഡ്. അതിലൊരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. എക്സാമ്പിൾ പാൽമെറ്റിക് ആസിഡ്. പാൽമെറ്റിക് ആസിഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് 16 കാർബൺസ് ആൻഡ് അരക്കിഡോണിക് ആസിഡിൽ 20 കാർബൺസ് ഉണ്ട്. ദീസ് ആർ സിമ്പിൾ ലിപ്പിഡ്സ്. ഇനി ലിപ്പിഡ്സ് ഫോം ചെയ്യുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടിയാണെന്ന് പറഞ്ഞു. ഫാറ്റി ആസിഡ്സ് 2 ടൈപ്സ് ഉണ്ട്: സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? In the case of saturated fatty acids, there will be no double or triple bonds. Single bonds മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ കണ്ടുവോ? സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ കാർബൺ ആറ്റം തമ്മിൽ. എക്സാമ്പിൾ പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. But in the case of unsaturated fatty acids, they have one or more double bonds between carbon atoms. Double bonds കാണാൻ സാധിക്കും. ഒലീക് ആസിഡ്, അരക്കിഡോണിക് ആസിഡ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിന്റെ ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ ജസ്റ്റ് പേരുകൾ സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ദെൻ സ്ട്രക്ചർ ഓഫ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ലിപ്പിഡ് ഫോം ചെയ്യുന്നത്. സോ ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ ആണ് CH2OH, CHOH, CH2OH. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ, 3 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട്. Fatty acids are esterified with glycerol through ester bond, forming monoglyceride, diglyceride and triglyceride. Fatty acid എന്ന് എസ്റ്ററിഫൈ ചെയ്യുന്ന എന്നൊരു വാട്ടർ മോളിക്യൂള് പോയി അത് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഒരു ഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്സ് ഫോം ചെയ്യുന്നത്, അല്ല ഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഫോം ചെയ്യുന്നത്. അത് 3 തരത്തിലുള്ള ലിപ്പിഡ്സ്, മോണോഗ്ലിസറൈഡ്സ് ഉണ്ട്, ഡൈഗ്ലിസറൈഡ്സ് ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സ്. ഈ ഓരോ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്യുന്നത് if one glycerol combines with one fatty acid, we get monoglyceride. If one glycerol combines with 2 fatty acids, we get diglyceride. If one glycerol combines with 3 fatty acids, we get triglyceride. These are the example of monoglyceride, diglyceride and triglyceride. Triglycerides രണ്ട് തരത്തിൽ, ഫാറ്റ്സും ഓയിൽസും. ഫാറ്റ്സും ഓയിൽസും അത് ഫാറ്റ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, ഓയിൽസിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ് ആർ കോമ്പൗണ്ട് ലിപ്പിഡ്സ്. ദീസ് ആർ ദ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾ വിത്ത് അഡീഷണൽ ഗ്രൂപ്പ്. സിമ്പിൾ ലിപ്പിഡിൽ ഫാറ്റി ആസിഡും ആൽക്കഹോളും ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ ഗ്രൂപ്പും കൂടി കാണാം. എക്സാമ്പിൾ ഫോസ്ഫോലിപ്പിഡ്സ്. ഹിയർ ഇൻ ദ കേസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്, in addition to fatty acid and glycerol, there will be phosphate group. They are found in cell membranes. Cell membranes le കാണാൻ സാധിക്കും phospholipids ne. Example of phospholipid is lecithin. Lecithin. Then derived lipids. These are the products of hydrolysis of simple lipids and compound lipids. അപ്പോൾ അത് സിമ്പിൾ ലിപ്പിഡും കോമ്പൗണ്ട് ലിപ്പിഡ്സും ഹൈഡ്രോളിസിസ് നടത്തി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. എക്സാമ്പിൾ കൊളസ്ട്രോൾ. ഇത് കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രക്ചർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ സി നെക്സ്റ്റ് തേർഡ് ബയോമൈക്രോമോളിക്യൂൾ, കാർബോഹൈഡ്രേറ്റ്സ്. കോമൺലി ഷുഗേഴ്സ് എന്നാണ് കോമൺ നെയിം ആയിട്ട് അറിയപ്പെടുന്നത്. ഷുഗേഴ്സ് ആർ സ്വീറ്റ് ആൻഡ് വാട്ടർ സോലിബിൾ കാർബോഹൈഡ്രേറ്റ്സ്. വാട്ടർ സോലിബിൾ ആണ്, സ്വീറ്റ് ആണ്. They are formed of carbon, hydrogen and oxygen. The ratio 1:2:1. Example, glucose, ribose. ഇതൊക്കെയാണ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണത് C6H12O6. റൈബോസ് ആണെങ്കിൽ C5H10O5. റൈബോസ് നിങ്ങൾ RNA റൈബോസ് ഷുഗർ ആണുള്ളതെന്ന് പഠിച്ചിട്ടുണ്ട്. പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. RNA 5 കാർബൺ ആറ്റമേ ഉള്ളൂ, ഗ്ലൂക്കോസിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. Then the fourth type of biomicromolecules are nitrogen bases. Nitrogen base നമ്മൾ കണ്ടതാണ്. These are the nitrogen containing cyclic compounds found in nucleic acid. Nucleic acids പഠിച്ചപ്പോൾ nitrogen base കണ്ടു. So mainly nitrogen bases are classified into purines and pyrimidines. Purines le adenine and guanine, pyrimidines le cytosine, thymine, uracil. Here the uracil is absent in DNA and thymine is absent in RNA. Adenine, uracil, പ്യൂരിനും പിരമിഡിൻ്റെ സ്ട്രക്ചർ ആണ്. ദെൻ ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എങ്ങനെ ഫോം ചെയ്യുക? നൈട്രജൻ ബേസ് ഷുഗറുമായിട്ട്, പെൻഡോസ് ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ന്യൂക്ലിയോസൈഡ്. സോ അഡിനിൻ കമ്പൈൻസ് വിത്ത് ഷുഗർ ഗിവ്സ് അഡിനോസിൻ, ഗ്വാനിൻ കമ്പൈൻസ് വിത്ത് ഷുഗർ ഗിവ്സ് ഗ്വാനോസിൻ, സൈറ്റോസിൻ പ്ലസ് ഷുഗർ സൈറ്റഡിൻ, തൈമിൻ പ്ലസ് ഷുഗർ തൈമിഡിൻ, യുറാസിൽ പ്ലസ് ഷുഗർ യുറിഡിൻ. These are nucleosides. Then nucleotides. ന്യൂക്ലിയോടൈഡ്സ് കൂടി ഫോം ചെയ്യണമെങ്കിൽ ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്യണം. സോ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ അതനുസരിച്ച് അഡിനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് അഡിനിലേക്ക് ആസിഡ് ഫോം ചെയ്യും. ഗ്വാനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്വാനിലേക്ക് ആസിഡ്, സൈറ്റോസിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് സൈറ്റിഡിലിക് ആസിഡ്, തൈമിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് തൈമിഡിലിക് ആസിഡ്, യുറാസിൽ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് യൂറിഡിലിക് ആസിഡ്. ഇതൊക്കെയാണ് ന്യൂക്ലിയോടൈഡ്സ്. സോ here comes the end of biomicromolecules. Biomacromolecules നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.